ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 9ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ 9ാം നമ്പർ അംഗനവാടിയുടെ കല്ലിടൽ ചടങ്ങിൽ നാടൊന്നാകെ ഒഴുകിയെത്തി ഉത്സവ ആഘോഷമാക്കി മാറ്റിയത് ശ്രദ്ധേയമായി. നാട്ടുകാരും ബഹുജനങ്ങളും രക്ഷിതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ എത്തിച്ചേർന്നു. ഹൈടെക് അംഗനവാടിയാണ് ഇവിടെ ഉയരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 15 ലക്ഷം രൂപ മുടക്കി ഹൈടെക് അംഗനവാടി ഇവിടെ നിർമ്മിക്കുന്നത്. പഠനമുറി, കളിസ്ഥലം, ഹൈടെക് ക്ലാസ് മുറികൾ, അടുക്കള, ടോയ്ലറ്റ് സൗകര്യം, സ്റ്റോർ റൂം എന്നിവ ഇവിടെ സജ്ജീകരിക്കും. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന അംഗനവാടിക്ക് ഇനി സ്വന്തമായി ഹൈടെക് അംഗനവാടി ഉയരും. പ്രയാർ പാനക്കലിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ദേവികുളങ്ങര പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞാനും സ്വാമിനാഥനും വൈസ് പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന ഈ കമ്മിറ്റി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം പുതുതായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമാണ് വളർന്നു വരുന്ന ജനിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന ആദ്യത്തെ മേഖല അംഗനവാടികളാണ്. ആ അംഗനവാടിയെല്ലാം നല്ല തരത്തിൽ കെട്ടിടമുണ്ടാക്കുക, സ്മാർട്ടാക്കുക, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ കുറേ അംഗനവാടിക്ക് സ്ഥലങ്ങളില്ല. അപ്പോൾ 5 അംഗനവാടിക്കാണ് സ്ഥലമില്ലാതെ കിടന്നത്. ഓരോരുത്തരായിട്ട് ആദ്യം 11ാം വാർഡിലൊരു അംഗനവാടിക്ക് ഒരു ബഹുമാന്യ വ്യക്തി സ്ഥലം തന്നു. പിന്നെ നമുക്ക് ഇവിടെ 6ാം വാർഡിൽ ബാബു സാർ, എൻ്റെ അധ്യാപകൻ കൂടിയാണ്, ബാബു സാറ് നമുക്ക് സ്ഥലം തന്നു. അതേപോലെ തന്നെ 1ാം വാർഡിൽ ഒരു സ്ഥലം നമുക്ക് കിട്ടി. 12ാം വാർഡിൽ നമുക്കൊരു സ്ഥലം കിട്ടി. 7ാം വാർഡിൽ നമ്മുടെ സ്ഥലമുണ്ടായിരുന്നു, പക്ഷേ സ്ഥലത്തിന് നമ്മൾ സ്ഥലം എഴുതി തന്നിട്ടില്ല. ഇപ്പോൾ അത് രാമപിള്ള സാറിനെ കണ്ട് ഇച്ചിരി സ്ഥലം കൂടെ തന്ന് 3 സെൻറ്റ് സ്ഥലം കെട്ടി ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ പണിയാനുള്ള പൈസ ആയിരിക്കാം. ഇപ്പം നമ്മൾ 11ാം വാർഡിൽ പ്രശാന്ത് നമ്പർ വാർഡിൽ 12,30,000 രൂപയ്ക്കാണ് ഒരു നല്ല മനോഹരമായ കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അടുത്ത കെട്ടിടം നമ്മൾ 6ാം വാർഡിൽ ഇവിടെ പണി തുടങ്ങാൻ പോവാണ്. 15 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. 7ാം വാർഡിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും തീർന്ന് 25 ലക്ഷം രൂപ MLA തന്നിട്ടുണ്ട്. 13ാം വാർഡിൽ MLA തന്ന 25 ലക്ഷം രൂപയ്ക്ക് ഒരു കെട്ടിടം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. 1ാം വാർഡിൽ ബഹുമാന്യനായ MP ശ്രീ KC വേണുഗോപാൽ അവർ നമുക്കൊരു ഫണ്ട് തന്നു. അവിടെയും നമ്മൾ കെട്ടിടം പണിയാൻ പോകാം. അങ്ങനെ ദേവികുളങ്ങര പഞ്ചായത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ കെട്ടിടങ്ങൾക്കും പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കും. അംഗനവാടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതെല്ലാം സ്മാർട്ടാക്കി. ഇപ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളെല്ലാം ഞങ്ങൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ MLA തന്നെ കുട്ടികൾക്കെല്ലാം കിടക്കാൻ വേണ്ടി ബെഡ് എല്ലാം അംഗനവാടിക്ക് തന്നു. ഞങ്ങൾ കസേര കൊടുത്തു. ഇപ്പോൾ വീഡിയോ വാൾ, ഭയങ്കര വാളൊക്കെ കൊടുത്തു. എല്ലാ കെട്ടിടങ്ങളുടെയും തറയൊക്കെ ടൈലിട്ടു. മെയിൻ്റനൻസുകൾ 5 ലക്ഷം രൂപ മുടക്കി 9-ലെ 2 കെട്ടിടം, ഇപ്പോൾ 15-ലെ കെട്ടിടം എല്ലാം നമ്മളിപ്പോൾ പണി പൂർത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മളിപ്പോൾ അനുവദിച്ചേക്കുന്നത് 12, 14, 2ാം വാർഡ്, ഈ 3 വാർഡിലേക്ക് നമ്മളിപ്പം പൈസ അനുവദിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ വരുന്നതോടുകൂടി ദേവികുളങ്ങര പഞ്ചായത്തിൽ ഒരു അംഗനവാടിക്കും ഇനി കെട്ടിടമില്ലാത്തതായി വരില്ല. ഇപ്പം നമ്മൾ 20 ലക്ഷം രൂപയാണ് അവർക്ക് പോഷകാഹാരത്തിന് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അംഗനവാടി മേഖലയിൽ നമ്മൾ നല്ലൊരു ഇടപെടലാണ് ദേവികുളങ്ങര പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടം എന്നത് യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം P. സ്വാമിനാഥ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് സ്വാഗതം രേഖപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S. രേഖ, രജനി ബിജു, S. ലീന, CPM ലോക്കൽ സെക്രട്ടറി KP മോഹൻദാസ്, കോൺഗ്രസ് പുതുപ്പള്ളി തെക്ക് മണ്ഡലം പ്രസിഡന്റ് സുശീല വിശംഭരൻ, CPI പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കലേഷ് അരവിന്ദാഷൻ എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ T. ധന്യ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, ദേവികുളങ്ങര.